നിങ്ങളെക്കാൾ ഹയാത്തിലുള്ള നിങ്ങളെക്കാളും കേൾക്കുന്നതും മരിച്ചവരാണ്. മരിച്ചവരെ കേൾക്കുമോ ഇല്ലേ എന്നത് മുസ്ലിയാക്കന്മാരും മുസ്ലിങ്ങളും തമ്മിൽ ഇതുവരെ ഒരു തർക്കമില്ല ഉസ്താദെ. തർക്കം എന്താണ്? മരിച്ചു പോയവർ ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് കേൾക്കുകയില്ല, മരിച്ചു പോയവർക്ക് ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് കേൾക്കാനുള്ള കഴിവില്ല. രണ്ടാക്കില്ല. ജീവിച്ചിരിക്കുന്നയാൾക്ക് മരിച്ചയാൾ കേൾപ്പിക്കാൻ കഴിയില്ല, മരിച്ചയാൾക്ക് ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് കേൾക്കാനും കഴിയില്ല. ഭൂമിൻ്റെ പുറത്തുള്ള ഒരു സംഭവവും ഖബറിലുള്ളിയാൽ കാണുകയില്ല, കേൾക്കില്ല, അറിയില്ല. ഇതാ വിഷയം ഉസ്താദെ. കാരണം ഹയാത്തുള്ള നമ്മൾ മുൻകർ ശബ്ദം കേൾക്കില്ല, നാം മരിച്ചു. ഹയാത്തുള്ളവർ കേൾക്കില്ല, ഖബറിലുള്ളവർ കേൾക്കുകയോ ഇല്ലേ എന്നത് മുസ്ലിങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു തർക്കമില്ല ഉസ്താദെ. ഖബറിൽ കിടക്കുന്നവർ കേൾക്കുമോ ഇല്ലേ എന്നൊരു തർക്കം ഇതുവരെ ഇല്ല. മറിച്ച് മുസ്ലിയാക്കന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കം ഭൂമിയിലുള്ള ഒരു സംഭവവും ഖബറിലുള്ളവർ കാണുകയില്ല, കേൾക്കുകയില്ല, അറിയുകയില്ല. ഇതാ തർക്കം. മുസ്ലിയാക്കന്മാരുടെ വാദം എന്താണ്? ഖബറിലുള്ളവർ ഭൂമിയിലുള്ളതൊക്കെ കാണും, കേൾക്കും, അറിയും. ഇതല്ല നിങ്ങളെ വാദം. മുസ്ലിങ്ങളുടെ വാദം എന്താന്ന്? ഖബറിലുള്ളവർ ഭൂമിയിലുള്ളത് ഒന്നും കാണുകയില്ല, കേൾക്കില്ല, അറിയില്ല. ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. പിന്നെ കേൾക്കും. ഹയാത്തുള്ള നമ്മള് മറ്റുള്ള സ്വർഗത്തിന്റെയും നരകത്തിന്റെ കാര്യങ്ങൾ അറിയുന്നതാണ് കേൾക്കുന്നത്. ഇല്ല, നാം മരിച്ചൊരു കാര്യം കേൾക്കാനും കഴിയും. ഉസ്താദ്, മരിച്ചവർക്ക് ഉള്ള ഭൂമിയായിട്ടുള്ള ബന്ധത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കൽ ഖബറിൽ എന്തൊക്കെയോ ഉണ്ടാവും, ശിക്ഷയുണ്ടാവും, രക്ഷയുണ്ടാവും, പലതും ഉണ്ടാവും. അതല്ല നമ്മളെ ചർച്ചാ വിഷയം. ഭൂമിയിലുള്ളത് വല്ലതും ഖബറാളികൾ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുമോ? മുസ്ലിയാക്കന്മാരുടെ വിശ്വാസം എന്താണ്? ഭൂമിയിലുള്ളതൊക്കെ ഖബറാളികൾ കാണും, കേൾക്കും, അറിയും. മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ്? ഭൂമിയിലുള്ളതൊന്നും ഖബറാളികൾ കാണുകയില്ല, കേൾക്കില്ല, അറിയില്ല. ഇതാ വിശ്വസ്തത. പിന്നെ അപ്പൊ അതിനേക്ക് നമ്മളെക്കാൾ കഴിവും മരിച്ചവർക്കാണ് വരിക. അതെങ്ങനെയാ ഉസ്താദെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമോ, മൊയ്തീശങ്ങൾ ജീവിച്ചിരിക്കുമോ അവർ തന്നെയാണ് കുളിച്ചിരുന്നത്, ഉടുത്തിരുന്നത് ഒക്കെ അവർ തന്നെയാണ് അല്ലേ? മരിച്ചതിന് ശേഷം കഴിവ് പോയി. മരിച്ചതിന് ശേഷം എല്ലാ കഴിവും പോയി. റസൂലും വഫാത്തായപ്പോൾ നാട്ടുകാർ കുളിപ്പിച്ചു, നാട്ടുകാർ ഉടുപ്പിച്ചു. മൊയ്തീശങ്ങൾ മരിച്ചപ്പോൾ നാട്ടുകാർ കുളിപ്പിച്ചു, നാട്ടുകാർ ഉടുപ്പിച്ചു. എന്തേ കാരണം? മരിച്ചതോടുകൂടി ഓലെ കഴിവ് പോയി, ദുനിയാവിലുള്ള എല്ലാ കഴിവും പോയി. അതുകൊണ്ടല്ലേ അങ്ങനെ. പിന്നെ മരിച്ചൊരു കഴിവ് കുറയല്ല, മരിച്ചവർക്ക് ഒരു കഴിവില്ല. മരിച്ചവർക്ക് ഓലെ സഹായിക്കാൻ തന്നെ കഴിയില്ല. അങ്ങനെ ഉണ്ടാവില്ല. മരിച്ചവർക്ക് മരിച്ചവരെ സഹായിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ റസൂലിനെ വേറെ ആരും കുളിപ്പിക്കുക, റസൂൽ തമ്മേക്കോ ഉസ്താദെ? റസൂലിനെ ഉടുപ്പിക്കുക വേറെ ആരും ഉടുക്കുക, റസൂൽ തമ്മേക്കോ? മൊയ്തീശങ്ങളെ തമ്മേക്കോ? മൊയ്തീശങ്ങളെ വേറെ ആരെങ്കിലും വന്ന് കുളിപ്പിക്കുന്നത്, വേറെ ആരും കുളിപ്പിച്ചു കൊടുക്കുന്നത് മൊയ്തീശങ്ങൾ സമ്മതിക്കുക? മരിച്ചതോടുകൂടി എല്ലാ കഴിവും പോയി. ആരാ കുളിപ്പിക്കുന്നത്, ആരാ ഉടുപ്പിക്കുന്നത് എന്നൊന്നും ഓല അറിയില്ല വലിയ. പിന്നെ ഇവിടെ കഴിവ് കുറവാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്നയാൾക്ക് കഴിവുണ്ട്, ഖബറിൽ ഒരു കഴിവുമില്ല, ഒരു കഴിവുമില്ല. ദുനിയാവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കഴിവും ഖബറാളികൾക്കില്ല. ഉസ്താദ് ശരിക്കും ശ്രദ്ധിച്ചോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കഴിവും മരിച്ചവർക്കില്ല. ആകെയുള്ള കഴിവെന്താന്ന്? ഒരൊറ്റ കഴിവാണല്ലോ. അവർ ചെയ്തു വെച്ച ജാരിയ സദക്കയുടെ പ്രതിഫലം ഖബറിൽ ലഭിക്കും. അതാണ് ഒലിക്കുള്ള കഴിവ്, ആകെയുള്ള കഴിവ്. അത് വേറെ ഒരു സംഗതി ഒലിക്ക് ദുനിയാവായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നുള്ളത് എന്താണ്? ഖബറാളികളെ സഹായിക്കാൻ ജീവിച്ചിരിക്കുന്നവർക്ക് കഴിയും. ഖബറിൽ കിടക്കുന്ന അമ്പിയാവലിയക്കന്മാർ ആരാട്ടെ, ഖബറിൽ കിടക്കുന്ന അമ്പിയാവലിയക്കന്മാർ, ആ മോമിനിങ്ങളെ മുസ്ലിങ്ങളെ സഹായിക്കാൻ ജീവിച്ചിരിക്കുന്നവർക്ക് കഴിയും. ഖബറിൽ കിടക്കുന്ന അമ്പിയ ഔലിയാക്കന്മാർ, മോമിനിങ്ങൾ, മുസ്ലിങ്ങൾ ഒരാൾക്കും ഇങ്ങോട്ട് ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഇസ്ലാം. ഉസ്താദെ, മുസ്ലിയാക്കന്മാർ പഠിച്ചോളൂ, ഇതാ ഇസ്ലാം. ഒന്നുകൂടി ശരിക്കും കേട്ടോ. ഖബറാളികളെ സഹായിക്കാൻ നമുക്ക് കഴിയും, ഖബറാളികൾക്ക് ഭൂമിയിലുള്ളവരെ സഹായിക്കാൻ ഒരുത്തനും കഴിയില്ല. ഇതാണ് ഇസ്ലാം.
പിന്നെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിവ് കൂടാണ്, പിന്നെയും കഴിവ് കൂടേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ കഴിവ് കൂടിയാ പിന്നെ എവിടുന്ന് വിളിച്ചാലും കേൾക്കണ്ടേ? എവിടുന്ന് വിളിച്ചാലും ഓല് കേൾക്കണം. അല്ല എന്താ പറഞ്ഞ് ഒരുത്തെന്ന് വിളിച്ചാലും കേൾക്കൂല. അല്ല ഖുർആനിൽ പറഞ്ഞ എന്താണ്? ദുനിയാവുന്ന ഒരുത്തെന്ന് വിളിച്ചാലും ഓല് കേൾക്കൂല. ഇതാണ് ഇസ്ലാം. മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ്? മരിച്ചോല് ഒരുത്തെന്ന് വിളിച്ചാലും കേൾക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കവറും പുറത്ത് ഒരു മാള ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വിളിച്ചു നോക്ക്, റസൂൽ കേൾക്കൂല. എന്നാൽ മുസ്ലിയാക്കുമാരുടെ വിശ്വാസം എന്താണ്? ദുനിയാവെന്ന് എവിടുന്ന് വിളിച്ചാലും വായി ഊട്ടുന്നതിൻ്റെ മുമ്പേ പോലെ ഉത്തരം ചെയ്യുന്ന. ഖുർആൻ പറഞ്ഞ എന്താ? മാസ്തജാബുലക്കും, അവർ ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യില്ല. ഇതാണ് മുസ്ലിങ്ങളും മുസ്ലിയാക്കന്മാരും തമ്മിലുള്ള വിശ്വാസം. പിന്നെ മനസ്സിലായില്ലേ? അതല്ലാതെ കഴിവ് കുറയല്ല. കഴിവ് കോലിക്ക് ഒരു കഴിവില്ല ഉസ്താദ്. ഞാൻ തെളിയിച്ചു തന്നില്ലേ? റസൂല് വഫാത്തായതോടുകൂടി നാട്ടുകാരെ ഒളിപ്പിച്ച്. എന്താ അതിൻ്റെ അർത്ഥം? കഴിവ് പോയോണ്ട്. ഖുർആൻ പറഞ്ഞ എന്താ? ഓലിക്ക് ഓല കാര്യത്തിൽ തന്നെ ഒരു കഴിവുണ്ടാവില്ല, ഒരു കഴിവില്ല. അവർക്കൊരു ഉപകാരം ചെയ്യാനോ അവർക്ക് ഒരു ഉപദ്രവം ചെയ്യാനോ രണ്ടിനും എനിക്ക് കഴിയില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഇത് വിശ്വസിക്കുന്നവരാ മുസ്ലിങ്ങൾ. അതല്ല മരിക്കുന്നതോടുകൂടി ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന പോലെ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം മുസ്ലിയാക്കന്മാർദ്ദ, മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല.